ആലപ്പുഴ നമുക്കറിയാം VS-ന്റെ രാഷ്ട്രീയ കളരിയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് VS പാർട്ടി അംഗത്വം തുടങ്ങിയത്. അദ്ദേഹം അവിടെയാണ് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചത്, അവിടെയാണ് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചത്, അവിടെയാണ് ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. അപ്പോൾ ആലപ്പുഴ അങ്ങേയറ്റം വികാര വായ്പോടുകൂടി VS-നെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര, കൊല്ലം വഴി ആലപ്പുഴയിലേക്കുള്ള യാത്ര VS ഒരുപാട് കാലം സഞ്ചരിച്ച വഴികളാണ്. ഒപ്പം വടക്കൻ കേരളത്തിൽ നിന്ന് VS-നെ സ്നേഹിക്കുന്ന ധാരാളം പ്രവർത്തകർ ഇപ്പോൾ തന്നെ കിട്ടുന്ന ട്രെയിനിലും ബസ്സിലുമൊക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കും. അവർ കൂടുതലായും എത്തുക ആലപ്പുഴയിലേക്കായിരിക്കും. അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം മറ്റന്നാൾ VS-ന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. കേരളം കണ്ട മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖൻ VS അച്യുതാനന്ദൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, വിടവാങ്ങിയിരിക്കുകയാണ്. ഈ രാത്രി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രിയാണ്. VS-ന്റെ നിത്യനിദ്രയുടെ രാത്രിയിൽ തിരുവനന്തപുരം കണ്ണിമ ചിമ്മാതെ VS-ന് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാത്രി വൈകിയും. അഭിലാഷ്, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞില്ലേ, ഇപ്പോൾ ആലപ്പുഴയിൽ തുടങ്ങുന്നു. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. VS അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്ന് ആലപ്പുഴ കൊല്ലം ജില്ലയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ആലപ്പുഴ പ്രദേശത്ത് നിന്ന് CPIക്ക്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഏറ്റവും കൂടുതൽ MLA-മാരെ ജയിപ്പിച്ചയക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പേര് കൂടി VS അച്യുതാനന്ദൻ അന്ന് നേടിയെടുത്തു. അതിനുശേഷം ദേവികുളത്ത് പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, കേസുണ്ടാകുന്നു. റോസമ്മ പുന്നൂസിന്റെ നിയമസഭാ അംഗത്തിന് പ്രശ്നമുണ്ടാകുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും അധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രരെയൊക്കെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ദേവികുളത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയത് മറ്റാർക്കുമായിരുന്നില്ല, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ VS അച്യുതാനന്ദനായിരുന്നു. അങ്ങനെ VS അച്യുതാനന്ദൻ അവിടെ പോയി നിന്ന് ആ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചു എന്നുള്ളത് VS അച്യുതാനന്ദന് ഇത്തരത്തിലുള്ള സംഘടനാ രംഗത്തുള്ള പ്രവർത്തന മികവ്, ഒരു തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാനുള്ള കഴിവ്, അന്ന് ഇത്രയും കേരളത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല നൽകി വിടാൻ പാർട്ടി തീരുമാനിച്ചത് VS അച്യുതാനന്ദനെയാണ് എന്നുള്ളതിന്റെ തന്നെ ഏറ്റവും വലിയ അത് VS അച്യുതാനന്ദന് ഇത്തരം കഴിവുകളിൽ പാർട്ടിക്കുള്ള വിശ്വാസം കൂടിയാണ് അന്ന് അത് തെളിയിച്ചത്. പക്ഷേ അതുകൊണ്ടാണല്ലോ 1958 തൊട്ടടുത്ത ദിവസം അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി മാറുകയാണ്. കേരളത്തിൽ നിന്ന് 7 പേരേ ഉള്ളൂ. ആ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ കൂട്ടത്തിൽ 40 വയസ്സ് തികയാത്ത VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാകുന്നു. ആ ദേശീയ കൗൺസിലിൽ നിന്ന് ഡാങ്കയുടെ റിവിഷൻസിനെതിരെ പ്രതിഷേധിച്ച് ഇറങ്ങി വരുന്ന ആളുകളിൽ ഒരാളായി മാറുന്നു. അങ്ങനെ ഈ CPIM-ന്റെ രൂപീകരണത്തിൽ ചരിത്രപരമായ പങ്കുവഹിക്കാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം CPIM കേരളത്തിൽ രൂപീകൃതമായതിനു ശേഷം, CPM രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയിലാണ്. CH കണാരൻ സെക്രട്ടറിയായി CPIM-ന് കേരളത്തിലെ ആദ്യത്തെ കമ്മിറ്റി വരുമ്പോൾ ആ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയിലാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന കാര്യം അവിടെ നിശ്ചയമായി ഉണ്ട് എങ്കിൽ പോലും അവിടെ VS അച്യുതാനന്ദൻ എന്ന സംഘാടകനുള്ള വിശ്വാസം കൂടി പാർട്ടിയുടെ ആദ്യത്തെ പ്രഥമ സമ്മേളനം നടത്താൻ ആലപ്പുഴ തെരഞ്ഞെടുത്തതിൽ ഘടകമാണ്. അങ്ങോട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്ത്, അതുപോലെ തന്നെ കർഷക തൊഴിലാളി സമരത്തിൻ്റെ നേതൃസ്ഥാനത്ത്, ഇങ്ങനെ എനിക്ക് തോന്നുന്നു CPIM-നെ സംബന്ധിച്ച് എന്ത് ജോലിയും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന നേതാവായി VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ 30കളിൽ തന്നെ മാറിയിട്ടുണ്ട്.